മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു വീഡിയോ ആണ് എൻ്റെ ചാനലത്തെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ. ഇതിന് മുന്നൊക്കെ ഞാൻ വെറുതെ ജസ്റ്റ് ഷോർട്സ് ഒക്കെ അങ്ങനെ എടുത്തിടും. അപ്പോൾ കുറച്ചായി ഇങ്ങനെ കരുതണ് കുറച്ചൊരു ലോങ് വീഡിയോസൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ എന്തായാലും വെക്കേഷനൊക്കെ അല്ലേ, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പം ഒന്ന് ഇങ്ങനെ ഇരുന്നപ്പം പൈനോ വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു സാധാ നോർമൽ ഈവനിങ് വ്ളോഗ് എടുക്കാന്ന് കരുതി. ചെറുതായിട്ടൊന്നും സാധാ എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. അതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകും, എന്നാലും നമുക്ക് ശരിയാക്കി എടുക്കാം. അങ്ങനെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വെക്കേഷൻ കഴിയാനായി. ഞാൻ പിന്നെ +2 കഴിഞ്ഞുകൊണ്ട് കുറച്ച് ടൈം ഉണ്ടാവും. ഇനി കോളേജിലേക്കാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും വെറുതെ ഇരിക്കല്ലേ, ജസ്റ്റ് വീഡിയോ ചെയ്യാൻ. സോ ഫസ്റ്റ് അപ്പം നമുക്ക് ഈവനിങ് വ്ളോഗിലേക്ക് കടക്കാം. സോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എൻ്റെ റൂമിൽ ആകെ ഒരു 3 ചെടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ഞാനിങ്ങനെ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ തന്നെ ഒരു ജഗ് വെച്ചിട്ടുണ്ട്, അതിൽ വെള്ളം കുറച്ച് ഫില്ല് ചെയ്തിട്ട് എന്നും ഇങ്ങനെ വെച്ചിടും. അപ്പം ഇന്ന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പം എന്തായാലും ഞാനിപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. സോ നമുക്ക് ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വാ ഗൈസ്. അപ്പം ഗൈസ്, ഇതാണ് ഒരു ചെടി. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്നുവെച്ചാൽ താഴത്തതാ ഇങ്ങനെ കുറച്ച് ചെടികൾ അവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്നതാണ് ഇത്. അപ്പം ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പം നല്ല രസമുണ്ട്. ഇത് അങ്ങനത്തെ ഒരു നല്ല ലീവ്സ്. സോ അതിലേക്ക് ഞാൻ അങ്ങനെ ജഗ്ഗിൽ വെറുതെ കുറച്ച് വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇതിന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി, അധികം ഒഴിച്ചാൽ ചിലപ്പോൾ അത് ചീഞ്ഞ് പോകും. ഇങ്ങനെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ, ഫ്ലവർ പോട്ടിൻ്റെത്. പക്ഷെ അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, എന്നാലും വെറുതെ ജസ്റ്റ് ആ കളറ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതായിരുന്നു. ആക്ച്വലി കോർണറിൽ ഇത് മാച്ചിങ് ഒന്നുമല്ല, എന്നാലും ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം വെറുതെ ഒരു ചെടി വെച്ചതാണ്. ഇതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല ഗൈസ്. ഞാൻ കുറച്ച് വെച്ചൂടെ. സോ ഇതാണ് ഈ ചെടി. ദെൻ ഇതൊരു മണി പ്ലാന്റ്. ഇത് കുറച്ചായി ഞാൻ വെച്ചിട്ട്. ഇത് കുറച്ചിങ്ങനെ വളർന്നു വന്നുണ്ട്. മറ്റേതൊക്കെ ഇപ്പം അടുത്ത് വെച്ചതാ. ന്യൂ ലീവ്സ് ഒക്കെ വന്നു. ഇതിങ്ങനെ ഒന്നിച്ച് വളരുന്ന ഞാൻ കരുതി, പക്ഷെ രണ്ട് ഭാഗത്താണ്. ഇവിടെ ഇതിലൊരു ചെടി ഉണ്ടായിരുന്നു, ബട്ട് അത് ഉണങ്ങിപ്പോയി. അത് ഊട്ടിന്ന് ഉണ്ടെന്നിരുന്നു. നമുക്ക് ഇതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെക്കാം. അയ്യോ, കൂടിപ്പോയി ഗൈസ്, കൂടിപ്പോയി വെള്ളം ഒഴിച്ചത്. കുഴപ്പമില്ല. അപ്പം അതാ ഇവിടെ നമ്മളെ കുറേ ചക്കകളുണ്ട്. ഇനി ഇവിടെ വന്നാൽ മാങ്ങ കുറച്ചൊക്കെ പറിച്ചു കേട്ടോ. മഴ ആയതുകൊണ്ടേ ഒക്കെ ഇങ്ങനെ ചാടണതും പിന്നെ കുറച്ച് പറിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഗൈസ്, ഞാൻ ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ടൈം ഒരു 4:30 ഒക്കെ ആയി. അപ്പം നമുക്കൊരു കോഫി ഞാൻ രാവിലെ ഉണ്ടാക്കി കുടിച്ചു. അപ്പം ഐ തിങ്ക് ഇപ്പോൾ ഒരു കട്ടൻ ചായ ഉണ്ടാക്കാം. കാരണം വെതർ ഒരു മഴ പെയ്യാനായ പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷെ മഴ പെയ്യോ അറിയില്ല. അപ്പം ഞാൻ കരുതിയൊരു കട്ടൻ ചായ ആക്കി കുടിക്കാന്ന്. സോ നമുക്ക് ചായ ആക്കാൻ പോവാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ചായ ആക്കാൻ വന്നതാണ്. ചായ ഉണ്ടാക്കാം. അവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ ആക്കണത് ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും. നമുക്ക് സ്റ്റോവിൽ കൊണ്ടുപോയി വെക്കാം.
അപ്പം ഗൈസ് ഞാനിങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു പാർസൽ വന്നു. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും കുറേ ടൈം ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കല്ലേ. അപ്പം ഐ തിങ്ക് ഞാൻ കുറച്ചൊക്കെ ഡ്രോ ചെയ്യും. ഞാൻ എക്സ്പെർട്ടൊന്നുമില്ല, എനിക്ക് ക്യാൻവാസിൽ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടം. സോ ഞാൻ ഒരു കോംബോ കണ്ടപ്പം 200 സംതിങ് 200 ബിലോ ഒക്കെയാണ്. ഈ സൈസിൽ 3 ടോട്ടൽ 9 പീസ്. 9 പീസ് ഈ സൈസിൽ ഈ 3. അപ്പോൾ ഗായ്സ് നമ്മൾ കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു. ആക്ച്വലി ഞാൻ 10 minutes ആണ് ചെയ്തത്, പക്ഷെ ആ വീഡിയോയിൽ 15 minutes ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്ലോർ അങ്ങോട്ട് ചെയ്ത് തീർത്തു. ദെൻ നല്ല വേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഫ്രഷായി വന്നിട്ട് നമുക്ക് ക്യാൻവാസിൽ ഡ്രോ ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരട്ടെ. ഈ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് വരക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഇവിടെ ലൈറ്റ് കുറച്ച് കുറവുണ്ട് കേട്ടോ. സോ ഗായ്സ്, അപ്പോൾ ഡ്രോയിങ് ഒക്കെ വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈവനിങ് വ്ളോഗ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ബൈ.